Hello everyone, this is Basil. Welcome to iPress Training Solutions. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സെഷനിൽ വൊക്കാബുലറി പാറ്റേണിൽ നിന്ന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യനിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതായത് എക്സാമിനേഷന് മുമ്പ് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്താണ് PSC എക്സാമിനേഷൻ, SSC എക്സാമിനേഷനിൽ നിന്നും ബാങ്കിങ് എക്സാമിനേഷനിൽ നിന്നും ഹൈക്കോർട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം എന്നുള്ള കാര്യം കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. PSC എപ്പോഴും ഇംഗ്ലീഷിൽ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. SSCക്കും ഒരു പ്രത്യേകതര പാറ്റേണിൽ അവർ ഫോളോ ചെയ്യും. എന്നാൽ നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ പാറ്റേണിനകത്ത് ചില ചോദ്യങ്ങൾ, ഇപ്പം റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നതൊക്കെ സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, അതായത് ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഐപ്ലസിൽ നിങ്ങൾക്ക് ഓൾറെഡി PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാറ്റേൺ നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞ പാറ്റേണിൽ നമ്മളുടെ വാട്ട് വി കോൾ ഈ പാറ്റേൺ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ദ ഫോളോയിങ് നമ്മൾ സാധാരണഗതിയിൽ കേരള PSCയുടെ എക്സാമിനേഷൻ ആണെങ്കിൽ ബീസിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ് എന്നൊറ്റ സെൻറ്റൻസിൽ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ കുട്ടി ഒരെണ്ണം മാത്രം പഠിച്ചാൽ ജോലി കിട്ടിയാൽ പോരാ എന്ന് നിർബന്ധമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻസ് ആൻഡ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ. PSC എക്സാമിനേഷനും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ എഴുതി പഠിച്ചിട്ട് നിങ്ങൾ PSCയുടെ എക്സാംസ് ഒന്ന് ചെയ്ത് നോക്കുക. PSCയുടെ ഇംഗ്ലീഷ്, ബാക്കിയുള്ള സബ്ജക്റ്റ് എനിക്കറിയത്തില്ല, PSCയുടെ എക്സാംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു 20ൽ 20 നിങ്ങൾക്ക് കിട്ടും. 20 മാർക്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം എപ്പിറ്റോം ഓഫ് ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ഇനി ഏതൊക്കെ പാറ്റേൺ ആണോ അതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ പിന്നെ കേരള PSCയുടെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. നമുക്കതൊരു പീസ് ഓഫ് കേക്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട പാറ്റാണ്. ഹൈക്കോടതിയുടെ സ്ഥിരം ഒരു പരിപാടിയാണ് കളക്റ്റീവ് നൗൺസ്, യങ് വൺസ്, സൗണ്ടുകൾ, ഈ മൃഗങ്ങളുടെ സൗണ്ടുകൾ, അവരുടെ യങ് വൺസ്, അവരുടെ ഈ പറയുന്ന വാട്ട് വി കോൾ കളക്റ്റീവ് നൗൺസ്. ഇത് സ്ഥിരം ആയിട്ട് ചോദിക്കുന്നത്. സത്യത്തിൽ നൗണിലെ കളക്റ്റീവ് നൗണിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് എ വൊക്കാബുലറി. നമ്മൾ വൊക്കാബുലറി പോലെ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ആണല്ലോ. പഠിക്കുന്ന കാര്യം എപ്പോഴും കഥ രൂപത്തിൽ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു നോക്കാം. എനിക്ക് ബീസ്, ക്രോസ്, ഈഗിൾ, ഫിഷ്, ഷോള്, സ്വാമി, കോൺവക്കേഷൻ, മർഡർ. ദൈവങ്ങളെ, എനിക്ക് ആകെ അറിയാവുന്ന സാധനം ഫിഷ്. എൻ്റെ കളക്റ്റീവ് നൗൺ എനിക്കറിയാം, ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ എനിക്കറിയാം. കാരണം ഞാൻ ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ വീട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ പോവുക. നമ്മൾ കുട്ടിക്കാലത്ത് വെറുതെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോവുകയാണ്. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വെള്ളക്കട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പം ചേച്ചിയുടെ ഷാൾ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഷാളല്ലേ തോർത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മീൻ പിടിക്കും. ആണല്ലോ. ഷാള് ഇതാ നോക്കിയേ, ഷാള് ആ ഓപ്ഷനിൽ ഷാള്, സന്തോഷം. ഫിഷ് ഷോള് കിട്ടി. അയ്യോ, ബാക്കിയൊന്നും അറിയത്തില്ലല്ലോ. എന്ത് ചെയ്യും? ബീസ് അറിയത്തില്ല, ക്രോ അറിയത്തില്ല, ഈഗിൾ അറിയത്തില്ല. എന്ത് ചെയ്യും? ഈ പരിപാടി നടക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞുതരാം. മാച്ച് ദ കോളംസ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടട്ടെ എന്ന് വിചാരിച്ച് എഴുതരുത്. ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാരാജമ്പിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഷഫ്ലിംഗ് ഓഫ് സെൻറ്റൻസസ് എന്നൊക്കെ പറഞ്ഞ പാരാജമ്പിൾസ് ക്വസ്റ്റ്യൻസ് തിരിച്ചുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു സെൻറ്റൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് വരും. LED എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാം LEDയുടെ ക്വസ്റ്റ്യൻ. പിള്ളേർ ഇംഗ്ലീഷിനകത്ത് കയറി ഫിസിക്സ് എറിച്ച് വെച്ചേക്കുന്നത് വന്നിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സെഷനകത്ത്. സത്യത്തിൽ ഇംഗ്ലീഷ് സെഷനിൽ വന്ന ഫിസിക്സ് അല്ല, ഒരു സെൻറ്റൻസിനെ എടുത്ത് അവരങ്ങോട്ട് തിരിച്ചിട്ടേക്കാണ്. ബൾബിൻ്റെ LED ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു എന്നുള്ളതാണ് പാറ്റേൺ. നമ്മളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളോട് കൂടെ ഇരുന്ന് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, എല്ലാ വേർഡുകളും അറേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ വേർഡും റീഅറേഞ്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് പോകുമ്പോഴത്തേനും 1.5 മണിക്കൂർ തരും.
നമുക്ക് ആകെ 30-40 സെക്കൻഡും കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. സോ ഹിയർ വി യൂസ് ദ മെത്തേഡ് എലിമിനേഷൻ ടെക്നിക്. നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ടെക്നിക്കാണ്. അല്ലാതെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ട് ജോലി മേടിക്കാനൊന്നും നിൽക്കല്ലേ. ഫസ്റ്റ് വെന്നെവർ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടിയെന്ന് വെച്ചാൽ ഫിഷ് സ്ക്രോൾ എന്ന് പറഞ്ഞ സാധനം, അതായത് ഡി എന്ന് പറയുന്നത് 1 ആണല്ലോ. ഇതല്ലേ നമുക്ക് കിട്ടിയ ഡി എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകണം? നിങ്ങൾ ഓപ്ഷൻസിലേക്ക് പോകണം. ഡി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിലേക്ക് പോകണം. ഞാനൊന്ന് ഓപ്ഷനിലേക്ക് പൊക്കോട്ടെ. ഞാൻ ഓപ്ഷനിലേക്ക് പോകണം. ഡി എന്ന് പറഞ്ഞോ, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ബേസിൽ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ സാർ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതിനാണ് ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞത്. എന്ത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഗൂഗിൾ എടുത്ത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറി 2024 നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത് നോക്കുക. ഇങ്ങനെ ഓപ്ഷൻ വരത്തുള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം അറിയാമെങ്കിൽ ഈ കച്ചവടം നടത്താം എന്നുള്ള കാര്യം മനസ്സിലായോ? കണ്ടോ പാറ്റേൺ? ഒരെണ്ണം അറിയാമെങ്കിൽ ഈ കച്ചവടം നടത്താം. ആൻസർ കിട്ടിയോ? ഷോൾ, ഫിഷും ഷോളും മാത്രം അറിഞ്ഞുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബിയിൽ നിന്ന് എനിക്ക് ആൻസർ കിട്ടി. വേറൊന്നും ഞാൻ നോക്കുന്നില്ല, വേറൊന്നും എനിക്ക് അറിയത്തുമില്ല. വെൽ നമുക്ക് നോക്കാം ബാക്കിയും കൂടി. വെൽ സി, അപ്പോൾ നമുക്ക് ബാക്കി പാറ്റേൺ കൂടി നോക്കാം. ബീസിന്റെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേര് സ്വാം എന്നാണ്. സ്വാം ഓഫ് ബീസ് എന്നാണ് നമ്മൾ ബീസിന്റെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സ്വാം ഓഫ് ബീസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ബീസ് എന്ന് പറയുന്നത് സ്വാം ഓഫ് ബീസ് ആണല്ലോ. അതായത് നമ്മളത് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നത്, തേനീച്ചകൾ തെന്നിയല്ലേ ഇങ്ങനെ പോകുന്നത്, നീന്തി തേനീച്ചകൾ. നിങ്ങൾ തേനീച്ചകൾ പോകുന്നൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെന്നി വെള്ളത്തിലൂടെ നീന്തുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷേ വെള്ളത്തിലല്ല അവരിങ്ങനെ കണ്ടോ നീന്തിയാണ് എന്ത് തോന്നുന്നത്. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഡ്രോയിങ്, അതിൽ ഞാൻ വരച്ച് കാണിച്ചത്. ഞാൻ ഓടെ ആക്ട് ചെയ്ത് കാണിച്ചത്. തെന്നിയാണ് ആര് പോകുന്നത്? ഈ പറയുന്ന ബീസ് പോകുന്നത്. സ്വിമ്മിൻ്റെ പാസ്റ്റ് സ്വാം, കണ്ടോ? സ്വിമ്മിൻ്റെ പാസ്റ്റ് സ്വാം, ലൈക്ക് ദാറ്റ് യു കൻ ഈസിലി കണക്ട്. ആക്ച്വലി ദ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് സ്വാം ലൈക്ക് ദിസ് ഇസ് ദിസ് പാറ്റേൺ, ബട്ട് യു കൻ ഈസിലി കണക്ട്. ഞാൻ പറഞ്ഞ സ്പെൽസിനെ കുറിച്ചൊന്നും ചിന്തിക്കണം. യു ഹാവ് ഓപ്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്നും അല്ലല്ലോ. സ്വാം ഓഫ് ബീസ് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന പാറ്റേൺ. സ്വാം ഓഫ് ബീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് ആ പാറ്റേൺ അവിടെ കിട്ടി. സ്വാം ഓഫ് ബീസ് എന്ന് പറയുന്ന പാറ്റേൺ. സ്വാം ഓഫ് ബീസ് ഡീലാണ്. അടുത്ത നമുക്ക് ക്രോയാണ്. ക്രോയിൻ്റെ സാധനം എന്താ? മർഡർ. ക്രോ എന്ന് പറഞ്ഞാൽ മർഡറാണ്. പാവം പിടിച്ചൊരു ജീവിയാണ്. പാവം പിടിച്ച നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബേർഡാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് പൊളിറ്റിക്കലി എന്തൊരു ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാൻ വേണ്ടിയാണ്. പഠിച്ചു വെക്കുക, എക്സാം പാസ്സാവുക, അത് കഴിഞ്ഞ് നമുക്ക് പൊളിറ്റിക്സ് വെക്കാം. പാവം പിടിച്ചൊരു ജീവിയായാലും ഞാൻ എൻ്റെ കൊലപാതകവുമായിട്ട് എങ്ങനെ എനിക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളത് ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ക്രോയിനെ കൺസിഡർ ചെയ്യുന്നത് തന്നെ ഒരു ബാഡ് ഓമനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബാഡ് ഓമൻ എന്ന് വെച്ചാൽ ദുശഗുണമായിട്ടാണ് ക്രോയെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ദുശഗുണമാണ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ക്രോയെ കൺസിഡർ ചെയ്യുന്ന ഒരു ബാഡ് ഓമനായിട്ടാണ്. ലോകത്ത് എല്ലായിടത്തും കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഒരു ദുശകനം പിടിച്ച പരിപാടിയല്ലേ. കൊലപാതകം എന്ന് പറയുന്ന ഒരു ദുശകനം പിടിച്ച പരിപാടിയാണ്. അപ്പം നമുക്ക് ബാഡ് ഓമൻ ക്രോ എന്ന് പറഞ്ഞ എളുപ്പത്തിൽ കൺസിഡർ. മർഡർ ഓഫ് ക്രോ മീൻസ് സത്യത്തിൽ ക്രോയുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മർഡർ ഓഫ് ക്രോ. നമുക്ക് പഠിച്ചു വെക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നെയാണ് പാറ്റേൺ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇടയ്ക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാഡ് ഓമനാണ്. സോ മർഡർ ഇറ്റ് ഈസ്. മർഡർ മീൻസ് കൊലപാതകം. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഒരു ദുശകുനം പിടിച്ചൊരു പരിപാടിയാണ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഡീൽ. വെൽ, സോ വി ആർ കണക്ടിങ് ദാറ്റ് ഈഗിൾ. Convocation of eagle. Convocation, see actually ഇത് എളുപ്പത്തിൽ കണക്ട് ചെയ്തിട്ടില്ലേ. നമ്മൾ കോൺവൊക്കേഷൻ പരിപാടികളിൽ പോകുമ്പം ഈഗിളിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു പക്ഷികളിൽ നിന്ന് ഈഗിൾ വ്യത്യസ്തരായത് എങ്ങനെയാണ്? മറ്റു പക്ഷികളിൽ നിന്ന് ഈഗിളിനുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലൈ ഹൈ. ബാക്കി പക്ഷികൾ സാധാരണ ഒരു നോർമൽ പേസിൽ പറക്കുമ്പം അല്ലെങ്കിൽ നോർമൽ ഏരിയ പറക്കുമ്പം ഈഗിൾ കുറച്ചുകൂടി ഹൈറ്റിൽ പറക്കും ആണല്ലോ. നമ്മൾ ഈഗിളിനെ പോലെ ആകണം എന്ന് സാധാരണഗതിയിൽ പറയും. കാരണം ഭയങ്കരമായ ശ്രദ്ധയുള്ള ആൾക്കാരാണ് ഈഗിൾ. എത്ര ഉയരത്തിൽ പറക്കുമ്പോഴും താഴെ തൻ്റെ പ്രയെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവ് ഈഗിളിനുണ്ട്. ഈഗിള് അതിൻ്റെ ഫെതേഴ്സ് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പം, അതിൻ്റെ ബീക്ക് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പം അത് തല്ലി പൊട്ടിച്ചിട്ട് പുതിയ ബീക്സ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്.
ഇതെല്ലാം മറ്റു പക്ഷികളിൽ നിന്ന് ഈഗിൾ വ്യത്യസ്തമായത് ഇങ്ങനെയാണ്. അതായത് ഈഗിൾ ഈ പറയുന്ന അതിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പുതിയ ഫെതേഴ്സും അതിൻ്റെ പുതിയ ബീക്കും ഒക്കെ വരുന്ന പ്രായം ചെല്ലുമ്പം ഈ പറയുന്ന സാധനത്തിൽ നാശം വശുമ്പം അതോടെ ആ പരിപാടി അവസാനിപ്പിച്ച് ഗിവപ്പ് ചെയ്ത് അബാൻഡൻ ചെയ്ത് നിൽക്കുന്ന ആളല്ല ഈഗിൾ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നത്. ഉയരങ്ങളിലെത്തുന്നവർക്ക് മാത്രമാണ് കോൺവക്കേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. സോ കോൺവക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഈ കോൺവക്കേഷൻ. ദിസ് ഈസ് ദ പാറ്റേൺ. സോ ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ഹൈ, if you want to dream big, see, be like an eagle. Be like an eagle. ഞാൻ പറഞ്ഞു കേരള PSC പഠിക്കുന്നതിൻ്റെ നിലവാരത്തിൽ എന്നും ഹൈക്കോടതി അസിസ്റ്റന്റിനെ കാണരുത്. എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. അങ്ങനെ എനിക്കൊരു സാധാരണ ജോലിയൊക്കെ മതി, എനിക്ക് അത്ര ഉയരത്തിലൊന്നും എത്തണ്ട എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യു ഗോ വിത്ത് കേരള PSC എക്സാമിനേഷൻ. അതല്ല എനിക്കൊരു കനസ്മാറ്റിക് ജോബ് വേണം, നാലാളോട് പറയുമ്പോൾ ഞാൻ ഹൈക്കോർട്ടിലാണ് എന്ന് പറയണം, ശമ്പളം 1,00,000 വേണം, ഏപ്രിലും മെയിലും എനിക്ക് ലീവ് വേണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ then dream big, fly like an eagle. Also eagle it is convocation fish. ഞാൻ ഓൾറെഡി ഷോർട്ട് കട്ട് പറഞ്ഞു തന്നു ഫിഷിൻ്റെ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത്. സോ യു കൻ യൂസ് ദാറ്റ് പാറ്റേൺ. വെൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് പാറ്റേൺ. Rearrange the sentence in a logical order of a paragraph. See, shuffling of sentences, parajumbles, ബാങ്കിങ്ങിൻ്റെ SSC CGL ഒക്കെ സ്ഥിരം പാറ്റേൺ ആണിത്. ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് വരുന്ന പാറ്റേൺ ആണല്ലോ. PSC ഈ അടുത്ത് തുടങ്ങി, പക്ഷേ PSC തുടങ്ങുന്ന തത്തമ്മ പൂച്ച എന്ന് പറയുന്ന പാരാജംബിൾസ് ഒക്കെയാണ്. ഈ സാധനം കണ്ട ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ PSC പഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ പാനം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും എങ്ങനെ കണ്ടുപിടിക്കും? സാധനം അത്രയ്ക്ക് ടഫുള്ള പേപ്പറായിരുന്നു. ഈ റീഅറേഞ്ച് ഓഫ് ബേസിക്കലി ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫായിരുന്നു. അതുകൊണ്ടാണ് അവർ കട്ട് ഓഫ് 48 പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫായിരുന്നു. GK ഒക്കെ നല്ല ടഫ് വരുന്ന പാറ്റേൺ. ഹൈക്കോടതി അസിസ്റ്റന്റ് എപ്പോഴും നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കണം. അല്ല സിമ്പിൾ എക്സാമിനേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാംസ് ഒന്നും എഴുതാൻ പോകരുത്. അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലമേ അല്ല ഹൈക്കോർട്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണ് എങ്കിൽ മനസ്സിലുണ്ടാക്കുക ഇതൊരു തപസ്സാണ്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ എക്സാമിന് ലിസ്റ്റിൽ കയറത്തുള്ളൂ. വെൽ ടോപ്പ് റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല വെറുതെ ഞാൻ അതും പഠിക്കും ഇതും പഠിക്കും മറ്റതും പഠിക്കും എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പരിപാടി കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി അസിസ്റ്റന്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യത്തില്ല. വെൽ റീഅറേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ദ ലോജിക്കൽ ഓർഡർ ഓഫ് പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു വാണ്ട് ടു റീഡ് ദ സെൻറ്റൻസ് ഫുള്ളി ആ സെൻറ്റൻസ് മൊത്തം വായിച്ചു നോക്കുക, എല്ലാ സെൻറ്റൻസുകളും വായിച്ചു നോക്കുക. അവിടെ നമുക്ക് ഒരു ഷോർട്ട് കട്ട് കിട്ടിയിരിക്കും. ആൻഡ് റിമെമ്പർ വൺ തിങ് ദാറ്റ് ഇതെല്ലാം ഓർഡർ ആക്കിയിട്ട് ഞാൻ ആൻസർ കണ്ടുപിടിച്ചോളാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ സമയമില്ല. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് എപ്പോഴും കാണും. പാരാജംബിൾസിൽ എല്ലായ്പ്പോഴും ഓപ്ഷൻസ് കാണും. അതായത് വൺസ് യു ഫൈൻഡ് എ പെയർ, നിങ്ങളൊരു പെയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് പെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പാരാജംബിൾസിൻ്റെ ക്ലാസ്സസ് ആപ്പിൽ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പെയർ കണ്ടുപിടിക്കേണ്ടത് എന്ന് കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് നൗൺ പ്രോനൗൺ റൂള്, ആർട്ടിക്കിൾസിൻ്റെ റൂൾസ്, ഓരോ ഡിഫറെൻറ്റ് പാറ്റേൺ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ കൺക്ലൂഷൻ, ഓരോ വാക്കുകൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ, നൗണും പ്രോനൗണും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സി as a metaphor for the legend we might say that the land formed by the axe was destroyed by it. Metaphorical expression എങ്ങനെയാണ്? It did not rise up again, that is the water reclaimed the land that had risen from it. The last flood that occurred 150 years ago submerged our land forever. This was taught to me by my father who had learned of it from his father. See, this is the pattern that they use. Hello, this is the pattern. Well, അപ്പം നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദാറ്റ് ഈസ് ദ വാട്ടർ റീക്ലെയിംഡ്. ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് ദാറ്റ് ഈസ് ദ വാട്ടർ എന്ന് പറയുന്ന പാറ്റേൺ വരുമോ? നോ. ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് ദാറ്റ് ഈസ് ഒരിക്കലും വരില്ല. ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ. എന്താണ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോനൗൺ ആണ് ആണല്ലോ. സി നമ്മൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് ഇട്ട് എന്ന് പറയുന്നത്. ആൺകൊച്ചുങ്ങളാണ് നമ്മൾ ഹി എന്ന് പറയും, പെൺകൊച്ചുങ്ങളാണ് നമ്മൾ ഷീ എന്ന് പറയും ആണല്ലോ. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രോനൗണിൽ ഒരു പാരഗ്രാഫ് ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല.
ഒരു പ്രോനൗണിൽ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് എഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നൗൺ അവിടെ ഉണ്ടായിരിക്കണം. ദിസ് വാസ് ടോട്ട് ടു മീ, ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ദ ലാസ്റ്റ് ഫ്ലഡ് ദാറ്റ് ഒക്വേർഡ് 150 years. See the flood, it is a non-human personality. ഇതൊരു നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത് നോൺ ഹ്യൂമനുമായി ബന്ധപ്പെട്ട പാറ്റേൺ. അപ്പോൾ അവസാനത്തെ ഫ്ലഡ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഫ്ലഡ് കണക്ട് ചെയ്യാൻ നമുക്ക് ഇറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റും. നോൺ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഫ്ലഡ്, ഇട്ട് എന്ന് പറയുന്ന പാറ്റേൺ. അതായത് 4ഉം 2ഉമാണ് പെയർ എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. 4ഉം 2ഉമാണ് പെയർ എന്ന് പറയുന്ന പാറ്റേൺ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടി? കാരണം ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ കഴിഞ്ഞാലാണ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയാണ് ശ്രീജിത്ത്. ഞാൻ പറയുകയാണ് ശ്രീജിത്ത് ഹാസ് എ ഹാൻസം ബോയ്. ശ്രീജിത്ത് ഒരു ഹാൻസം ബോയ് ആണ്. ശ്രീജിത്ത് കംസ് ഫ്രം കൊല്ലം. ശ്രീജിത്ത് സ്റ്റഡീസ് ഇൻ I+. ശ്രീജിത്തിന് തന്നെ ബോറടിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ശ്രീജിത്ത് ഐ യൂസ് ദ പ്രോനൗൺ ഹി. ഞാൻ ഉപയോഗിക്കുന്ന പ്രോനൗൺ ഹി ആണ്. അപ്പോൾ നൗൺ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺ ഹി ആണല്ലോ. അപ്പോൾ ഇവിടെ ഫ്ലഡിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ. കാരണം ഫ്ലഡുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണല്ലോ. ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ. സോ 4-2 ആണ് ഇവിടെ പാറ്റേൺ. അപ്പോൾ ഈ പെയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പെയർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പെയർ കിട്ടും. അയ്യോ ആകെ ഇത് മാത്രമല്ലേ കിട്ടുള്ളൂ, മൊത്തം പെയർ നടക്കട്ടെ എന്നൊന്നും നിങ്ങൾ പാരാജമ്പിൾസിൽ പരിപാടി നടത്തരുത്. ഗോ ടു ദ ഓപ്ഷൻസ്. യു ഗോ വിത്ത് ദ ഓപ്ഷൻസ്. go to the options. When you go to the options, you can find that the 4-2 ഉണ്ടോ നോക്ക്. 4-2 ഇല്ല, 4-2 ഇല്ല, 4-2 ഇല്ല, 4-2 ഇതാ കണ്ടോ? You can get the answer. You will get the answer. So when you find the answer, then you go with the answer. So when you find the pair, you go with the answer. നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്. 42135 അല്ലേ? 42135. The last flood that occurred 150 years ago submerged our land forever. It did not rise up again. It did not rise up again. As a metaphor for a legend, we might say that the land formed by the axe was destroyed by it. That is, the water reclaimed the land that had risen from it. This was taught to me by father who had learned from his father. Kando, this is the pattern that the water reclaimed the land that had risen from it എന്ന് പറയുന്ന പാറ്റേൺ. സോ 3-5. സി ചിലപ്പോഴേ ഞാൻ കണ്ടുപിടിച്ചതുപോലെ തന്നെ ആകണം നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പാരാജമ്പിൾസിൽ അങ്ങനെ സ്റ്റാറ്റിക് പരിപാടിയൊന്നുമില്ല. അതായത് ഗ്രാമറിൻ്റെ റൂൾസിലെല്ലാം ഞാൻ സ്റ്റാറ്റിക് പാറ്റേൺസ് പറഞ്ഞു തന്നു. ഗ്രാമറിൻ്റെ റൂൾസിൽ നമുക്ക് സ്റ്റാറ്റിക് ഉണ്ട്. ഒരു സാധനം വന്നാൽ ഇങ്ങനെയാണെങ്കിൽ മറ്റേ സാധനം ഇങ്ങനെ ആർക്കും എന്നുള്ളതാണ് സ്റ്റാറ്റിക്. പാരാജമ്പിൾസ് നമ്മൾ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ചിരിക്കും. അതായത് നമുക്കൊരു ശീലം വരും. ഇത് ചെയ്ത് നമുക്ക് ഒരു ശീലം വരും. നമുക്കപ്പം ലോജിക്ക് പിടികിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആശാൻ, അതായത് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളോട് പറയും കയറ്റത്തിൽ ചെല്ലുമ്പോൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു തരും. സി ഹാഫ് ക്ലച്ച് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കയറ്റത്തിൽ ചെന്നിട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് പോകാതെ വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് ശീലിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം പാരാജമ്പിൾസ് എത്രമാത്രം നിങ്ങൾ ചെയ്ത് ശീലിക്കുന്നു. ഇപ്പം ഞാൻ ഓരോ ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നൗൺ പ്രോനൗൺ റൂള്. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചത് നൗൺ പ്രോനൗൺ റൂളാണ്. ഇനി ഞാൻ തന്നെ വേറൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സി ദിസ് എന്ന് പറയുന്ന ഒരു വേർഡ്. ദിസ് എന്ന് പറഞ്ഞ വേർഡ് ആദ്യത്തെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമോ? ദിസ് എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം ദിസിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഏത് ഇത് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്ന്. ഏതാ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ഫ്ലഡ് ദാറ്റ് ഒക്വേർഡ് ആണോ? ഇതാണോ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നെ? അല്ല, അച്ഛൻ പറഞ്ഞു തന്നെ എന്താണ്? സി ദാറ്റ് ഈസ് ദ വാട്ടർ റീക്ലെയിംഡ് ദ ലാൻഡ് ദാറ്റ് ഹാഡ് റൈസൺ ഫ്രം ഇറ്റ്. അച്ഛൻ പറഞ്ഞു തന്നെയാണ് വെൽ ദിസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദിസ് വാസ് ടോട്ട് ടു മീ ബൈ ദ ഫാദർ ഹു ആർ ലേൺ ഫ്രം ഹിസ് ഫാദർ. അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച സാധനം എന്നോട് പറഞ്ഞു തന്നെയാണ് എന്നുള്ള കാര്യം പറയാണ്. സോ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. 3ഉം 5ഉം ആണ് പെയർ എന്നുള്ളത്. എന്താ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കി. 3ഉം 5ഉം വേറെ എവിടെയെങ്കിലും ഒരുമിച്ചുണ്ടോന്നും ഇല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് പോകാം. സോ 3-5 എന്ന് പറയുന്ന പാറ്റേണിൽ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസേഴ്സിലേക്ക് എത്താം. ഇന്ന രീതി തന്നെ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാത്സ് പോലെ തന്നെയാണ് പാരാജമ്പിൾസ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ ആ മെത്തേഡ്സ് യൂസ് ചെയ്യാം.
എല്ലാ ടെക്നിക്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നൗൺ പ്രോണൗൺ റൂൾ ആയാലും ആർട്ടിക്കിൾസ് റൂൾസ് ആയാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെഷൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആപ്പിൽ കിടപ്പുണ്ട്. സോ ഡു സ്റ്റഡി ദാറ്റ് പാരാജമ്പിൾസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് കഴിഞ്ഞ എക്സാമിനേഷന് പാരാജമ്പിൾസ് നിന്ന് 2 ചോദ്യങ്ങളായിരുന്നു. 2 ചോദ്യം മീൻസ് പാരാജമ്പിൾസ് ഒന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഈ പാറ്റേണിൽ ഒന്ന് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസിൽ തന്നെ വന്നു. ഒരു സെൻറ്റൻസിൽ തന്നെ റീഅറേഞ്ച് ചെയ്ത ഒരു പാറ്റേണിലെ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് ആ ക്വസ്റ്റ്യൻ കൂടി കാണാം. വെൽ, അപ്പോൾ അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇൻ ദ എക്സ്പ്രഷൻ സേവ് അസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ്, സേവ് അസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ്, വീണ്ടും ലീഗലുമായി ബന്ധപ്പെട്ട പാറ്റേൺ. നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ലീഗലുമായി ബന്ധപ്പെട്ട പാറ്റേൺ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ യൂസേജ് ഇൻ ലോയിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ്. സേവ് അസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും പറയുന്നില്ല എങ്കിൽ, ആക്റ്റിൽ വേറൊന്നും പറയുന്നില്ല, അൺലെസ് എ ഡിഫറെൻറ്റ് പ്രൊസീജിയർ ഇസ് സ്പെസിഫൈഡ്, വേറെ പ്രൊസീജിയർ ഒന്നും അല്ല പറയുന്നത് എങ്കിൽ ഇത് ഫോളോ ചെയ്തോളാൻ ആണ് പറയുന്നത്, ആണല്ലോ. അൺലെസ് എ ഡിഫറെൻറ്റ് പ്രൊസീജിയർ ഇസ് ഫോളോഡ്, വേറെ പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യുന്നില്ല തടുത്തോളം കാലം നമുക്ക് ഈ തന്നെ ഫോളോ ചെയ്യാമെന്ന് നമ്മൾ സാധാരണഗതിയിൽ ലീഗൽ ബുക്സ് വായിക്കുമ്പം നമുക്ക് കിട്ടുന്ന. നിങ്ങൾ ടെൻഷൻ ഒന്നും ആണ്, നിങ്ങൾ ലീഗൽ ബുക്സ് ഒന്നും വായിക്കാൻ പോകണ്ട. നമ്മുടെ ഐപ്ലസിൻ്റെ ടീം, അഡ്വക്കേറ്റ്സ് അടങ്ങുന്ന ഐപ്ലസിൻ്റെ ടീമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് പറ്റുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. കേരളത്തിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് മൊത്തം 25 ഹൈക്കോർട്ടുണ്ട്. ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിച്ച അങ്ങനെ കൂടി ഗുണമുണ്ട്. അതായത് നിങ്ങൾക്ക് 25 ഹൈക്കോർട്ടിൻ്റെ എക്സാം എഴുതാം. കേരള PSC പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴ്നാടിൻ്റെ PSC എക്സാമിനേഷൻ എഴുതാൻ പറ്റുമോ? ഇല്ല, അവിടെ തമിഴ് ആയിരിക്കും വേണ്ടത്. കേരള PSCയിൽ മലയാളമായിരിക്കും വേണ്ടി വരുന്നത്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പ്രത്യേകത, നിങ്ങൾക്ക് ബൈലിംഗ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ഇംഗ്ലീഷിലാണ് ചോദ്യം വരുന്ന പാറ്റേൺ. എനിക്കൊന്ന് മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നും. ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ്. എന്തായാലും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കിട്ടും. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കിട്ടും. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമുക്ക് തമിഴ്നാട്ടിലും എഴുതാം, നമ്മളുടെ മുംബൈ ഹൈക്കോർട്ടിൻ്റെ എക്സാം എഴുതാം, കൊൽക്കത്ത ഹൈക്കോർട്ടിൻ്റെ എക്സാം എഴുതാം. അവിടെ നമ്മളുടെ റീജിയൻ ബാർ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലെ 25 ഹൈക്കോടതിയുടെ എക്സാം എഴുതാം, സുപ്രീം കോടതിയുടെ എക്സാം എഴുതാം. സുപ്രീം കോടതിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്, ആണല്ലോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ലീഗൽ ബുക്സും ഇനി എടുത്ത് പഠിക്കൊന്നും വേണ്ട. LLB-കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാം ഒന്നുമില്ല. LLB-കാർ ഒരുപാട് പേര് എഴുതുന്ന എക്സാമാണ്. LLB-കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്നതല്ല, ഡിഗ്രി ഉള്ള ആർക്കും എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീഗൽ ടേംസ്, ലീഗൽ വേർഡ്സിൻ്റെ പാറ്റേൺ. ഇവിടെ നമ്മൾ ലോ ബുക്സ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ സേവ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവരിവിടെ പറയുകയാണ് സേവ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ഇവിടെ എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എക്സെപ്റ്റ്, എക്സ്ക്യൂസ്, എക്സ്പോസ്, എക്സ്ട്രാക്റ്റ്. സോ ദ വേർഡ് ഈസ് എക്സെപ്റ്റ്. ആ ഫ്രേസ് അറിയാവുന്നവർക്ക് പിന്നെ നോക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അൺലെസ് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പാറ്റേണിൽ, അല്ലെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എക്സെപ്റ്റ്, ദ സേവ് ആസ് അതർവൈസ് പ്രിസ്ക്രൈബ് മീൻസ് എക്സെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് പ്രഥമ ദൃഷ്ടിയാൽ നമ്മുടെ എക്സാമിനേഷന് വരുന്ന ചോദ്യ പാറ്റേണുകളിലെ ലോ റിലേഷൻസ് എന്താണ് എന്നുള്ളത്. ബിക്കോസ് ദ ക്വസ്റ്റ്യൻ എക്സാം എന്താണ് എന്നുള്ളതായിരുന്നു നോക്കുക. നമ്മൾ എങ്ങോട്ടുള്ള എക്സാമാണ് എഴുതുന്നത്, നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലോയുമായി ബന്ധപ്പെട്ട്, ലീഗലുമായി ബന്ധപ്പെട്ട്, സ്ഥിരമായ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനും ആ നിലവാരം അവരവിടെ പുലർത്തും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ദ സ്റ്റെപ്പ് എക്സ്പെക്റ്റഡ് ടു ബി ടേക്കൺ ആസ് എ റീസണബിൾ പേഴ്സൺ ഓർ ബിസിനസ് ടു അവോയ്ഡ് ഹാം ടു ദംസെൽഫ് ആൻഡ് അതേഴ്സ്. To step expected to be taken by a reasonable person or business to avoid harm to themselves with others. Intrinsic obligation, deep discretion, due diligence, infinite care. This also comes from a legal pattern. ഇതും ലീഗൽ പാറ്റേൺ. സി ആക്ച്വലി ദിസ് വേർഡ്സ് ആർ ഫ്രം ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്നാണ് ഈ വേർഡ്സ് ഒക്കെ വന്നേക്കുന്നത്. പിന്നെന്താണ് അതിനകത്ത് ലീഗൽ പാറ്റേൺ എന്നുള്ളത്? ലാറ്റിനോ സാധാരണ ലീഗൽ വേർഡ്സ് ഒക്കെ ലാറ്റിൻ ഫ്രേസ്, ലീഗൽ ലെക്ചർ ബെക്കാലിക്കസ് എന്നൊക്കെ പറയുന്ന പാറ്റേൺ. അങ്ങനെ ലീഗൽ ലാറ്റിൻ വേർഡ്സ് ഒന്നുമില്ല. അത് നമുക്ക് എക്സാമിന് വരും, അത് ഞാൻ പഠിപ്പിക്കാം നിങ്ങളെ. ഈ ലാറ്റിൻ വേർഡും ഫ്രൈസസ് ഒന്നും, ലാറ്റിൻ്റെ ഫ്രൈസസ് ഒന്നും അല്ല പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്റ്റെപ്പ് എക്സ്പെക്റ്റഡ് ടു ബി ടേക്കൺ ബൈ എ റീസണബിൾ പേഴ്സൺ ഓർ ബിസിനസ് ടു അവോയ്ഡ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് എടുക്കുന്ന സ്റ്റെപ്പിനെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇൻട്രിൻസിക് ഒബ്ലിഗേഷൻ, ഡീപ്പ് ഡിസ്ക്രിഷൻ, ഇൻഫിനിറ്റ് കെയർ. ഇതിൽ നമുക്ക് ഡീപ്പ് ഡിസ്ക്രിഷൻ തന്നെ വെട്ടിക്കളയാം. കാരണം അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേർഡാണ്. ബാക്കിയുള്ള വേർഡുകൾ നമുക്ക് കൺഫ്യൂസിങ് തരും. ക്വസ്റ്റ്യൻ്റെ ഒരു നിലവാരം അങ്ങനെയാണ്. നമുക്ക് ഇത് ഇൻട്രിൻസിക് ഒബ്ലിഗേഷൻ ആണോ അതോ ഡ്യൂ ഡിലിജൻസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ. വി ആർ ഇൻ എ ഡിലമ ദാറ്റ് വി ആർ അറ്റ് സി. നമ്മൾ ഇഡിയം ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ് സി എന്ന് പറഞ്ഞാൽ ഇഡിയം യൂസ് ചെയ്യുന്നത്. അറ്റ് സി വാട്ട് യു മീൻ ബൈ
ആൻഡ് സി മീൻസ് വി ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. എന്താ നമ്മുടെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ ആൻസർ മറ്റേതാണോ ആൻസർ എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. ഇൻട്രൻസിക് ഒബ്ലിഗേഷൻ ആണോ ഡ്യൂ ഡിലിജൻസ് ആണോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്കൊരു ഇൻട്രൻസിക് ഒബ്ലിഗേഷൻ ആണോ ഡ്യൂ ഡിലിജൻസ് ആണോ. ഡീപ്പ് ഡിസ്ക്രിഷൻ എന്നുള്ളത് ഞാൻ ഒഴിവാക്കി. വൈ? ബിക്കോസ് ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ ജഡ്ജസുമായി ബന്ധപ്പെട്ട അത് ജഡ്ജിയുടെ ഡിസ്ക്രിഷൻ ആണെന്ന് പറയും. എന്ത്? ബെയിൽ കൊടുക്കുന്നത്. ബെയിൽ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. എന്ത് ഈ നോൺ ബെയിലബിൾ ഒഫൻസ്? ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മാത്രം പഠിക്കുക നോൺ ബെയിലബിൾ ഒഫൻസ് ജാമ്യം കിട്ടത്തില്ല, ഒറ്റയടിക്ക് ജാമ്യം കിട്ടാത്ത സാധനമാണ് നോൺ ബെയിലബിൾ ഒഫൻസ്. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസ് എന്നല്ല അതിൻ്റെ അർത്ഥം. ജാമ്യം ജഡ്ജിൻ്റെ ഡിസ്ക്രിഷനാണ് അവിടെ. സീ ദ വേർഡ് ഡിസ്ക്രിഷൻ, വിവേചന അധികാരമാണ്. മറ്റേത് അങ്ങനെയല്ല. ബെയിലബിൾ ഒഫൻസ് അങ്ങനെയല്ല. ബെയിലബിൾ ഒഫൻസിൽ നമ്മുടെ റൈറ്റാണ് ബെയിൽ കിട്ടുക എന്നുള്ളത്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റേഷനിൽ നിന്ന് ബെയിലൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. എന്താണ്? ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ടാണ്. ചെറിയൊരു കേസ്, ചെറിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്കറിയാം ഇത് ബെയിലബിൾ ഒഫൻസ് ആണ്, എനിക്ക് ജാമ്യം തന്നേ പറ്റൂ. ബെയിൽ നമ്മുടെ റൈറ്റ് ആയതുകൊണ്ട് എന്ത് കിട്ടും? ജാമ്യം കിട്ടും. എന്നാൽ നമ്മളിപ്പോൾ ഒരാളെ കൊന്നിട്ടില്ലാണ് സ്റ്റേഷനിൽ ചെന്നിട്ട് മറ്റേ സിനിമയെ കാണിക്കുന്ന പോലെ എന്നൊക്കെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്, അവരിറക്കി വിടത്തില്ല. ആ സമയത്ത് അവർ എന്തെടുക്കും? അവർ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പം മജിസ്ട്രേറ്റാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ ഇറക്കി വിടണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പോൾ ജാമ്യം തന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ ജാമ്യം ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് ജാമ്യം നമുക്ക് കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ കിട്ടത്തില്ല. ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്ന ലീഗൽ ടേംസിൽ വരുന്ന പാരാണ്. സോ ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജഡ്ജ്. ജഡ്ജിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എന്ത് ഈ പറയുന്ന പാറ്റേൺ. നിങ്ങൾക്ക് ജാമ്യം തരണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ പാറ്റേണിൽ വരുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഡീപ്പ് ഡിസ്ക്രിപ്ഷനും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യമാണ്. ഇൻഫിനിറ്റ് കെയർ നമ്മൾ എടുക്കുന്ന കെയർ ആണ്. നോ, ഇറ്റ് ഡസൻ കണക്ട് വിത്ത് ദാറ്റ് പാറ്റേൺ. സോ ഇൻട്രൻസിക് ഒബ്ലിഗേഷൻ, വാട്ട് യു മീൻ ബൈ ഒബ്ലിഗേഷൻ? അപ്പോൾ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പം ആ ടീച്ചറിൻ്റെ ഒബ്ലിഗേഷനാണ് ഇതിൽ തെറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അയാളുടെ ഉത്തരവാദിത്വത്തിൻ്റെ പാറ്റേൺ ആണ്. സോ ബേസിക് പാറ്റേണിൽ നമുക്ക് ഇംഗ്ലീഷ് വേർഡുമായി കണക്ട് ചെയ്ത് നമുക്ക് ഇൻട്രൻസിക് ഒബ്ലിഗേഷൻ ശരിയല്ലേ എന്ന് വിചാരിക്കും. ബട്ട് ദ ആൻസർ ഇസ് ഡ്യൂ ഡിലിജൻസ്. Due diligence is the right pattern, right word, and High Court കൊടുത്തിരിക്കുന്ന ആൻസറും and the exact answer is like this. ഇതാണ് exact answer. Why? Because due diligence is related with something that is business. ബിസിനസ് ലോസുമായി ബന്ധപ്പെട്ട് ലീഗൽ പേർപ്പസിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡിലിജൻസ് എന്ന് പറഞ്ഞ വേർഡ്. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, നമ്മളൊരു പാറ്റേൺ ചെയ്യുമ്പോൾ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിലിജൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡിലിജൻസ് എടുക്കുന്നത് യു വാണ്ട് ടു take steps expected to taken a reasonable persons or business to avoid harm themselves. ഒരു കെയർ എടുക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എടുക്കുന്ന കെയറാണ്. സോ ദിസ് ഈസ് ദ പാറ്റേൺ. സോ ദിസ് we get this from the business law. ഇതിനു വേണ്ടി നിങ്ങൾ ഇനി കമ്പനീസ് ആക്ട് പഠിക്കേണ്ട. നിങ്ങളുടെ എക്സാമിൻ്റെ സിലബസിൽ കമ്പനീസ് ആക്ട് ഇല്ല. സോ യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി അബൌട്ട് കമ്പനീസ് ആക്ട്. അല്ലെങ്കിൽ ബേസിൽ സാറ് പറഞ്ഞ് അതായത് ബിസിനസ് ലോ പഠിക്കണം, ഇന്ന് തന്നെ കമ്പനീസ് ആക്ട് എടുത്ത് പഠിക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അമാൽഗേഷൻ ഓഫ് കമ്പനീസ്. ഡു യു വാണ്ട് ടു സ്റ്റഡി ദാറ്റ്? നോ, യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ലൈക്ക് ദാറ്റ്. So that we already said that the team of the I+ related with this the law graduates set this questions patterns. So you do study and practice these type of questions from the previous year questions and model questions and the words that we give. So do study this vocabulary, and now you understand that how much this vocabulary is important for your examinations. Well, so do study that. So thank you. Bye.